അഖിലമധീനത്തിലുണ്ടായിരിക്കെ പള്ളിപ്പിച്ചക്കെഴുന്നള്ളരുതു പുരരിപോ കാടുവെട്ടിത്തെളിച്ച വെള്ളിക്കുന്നിൽ കൃഷി ചെയ്യുക പണിവതിനും ഭൂതസാർത്ഥം സമൃദ്ധം. രമണ മാസ്റ്റർ അമ്മയെപ്പറ്റി സംസ്കൃതത്തിൽ ചൊല്ലിയ ശ്ലോകത്തിൻ്റെ ഒരു മലയാളം പരിഭാഷയാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത്. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ശ്ലോകമാണ്. നിൽക്കട്ടെ പേറ്റുനോവിൻ കഥ രുചി കുറയും കാലമേറെ ചടപ്പും പൊയ്ക്കോട്ടെ കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവല്ലെത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നേൻ. മർത്യാകാരേണ ഗോപീവസന നിരകവർന്നോരു ദൈത്യാരിയെ തഞ്ചിത്തേ ബന്ധിച്ച വഞ്ചീശ്വര തവ നൃപനീതിക്കു തെറ്റില്ല പക്ഷേ പോൽത്താർമാതാവിതാ തൻ കണവനെ വിടുവാനാശ്രയിക്കുന്നു ദാസീവൃത്യ നിത്യം ഭവാനെ കലിവളിലുദിക്കുവല്ല കാരുണ്യരാജേ. ഗർഭാരംഭം മുതൽക്കിൻ പ്രിയജനനി വഹിച്ചോരു ദുഃഖങ്ങളോർത്താൽ ഒട്ടും താങ്ങാവതല്ലിൻ മനമൊരു കടലായി തല്ലിയാർക്കുന്നു നിത്യം. സന്തപ്താശ്രുക്കളോടിപ്പുഴയുടെ അരികത്തേതു മന്ത്രങ്ങളാൽ ഞാൻ പിണ്ടം വെക്കേണമമ്മേ കടമതു മുഴുവൻ വീട്ടുവൻ കൈതൊഴുന്നേൻ. ശൃംഗാരപ്പൂപ്പറമ്പേ ശിവനുടെ ഹൃദയം കെട്ടുവാനുള്ള കാമ്പേ തുങ്കാദ്രിക്കുള്ള കൂമ്പേ തുടുതുടെ വിലസും കാന്തികൾക്കുള്ള കാമ്പേ മംഗല്യത്തിൻ്റെ വീമ്പേ മഹിമകളഖിലം സഞ്ചരിക്കും വരമ്പേ ഭംഗ്യാവന്നെൻ്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. പള്ളിക്കൂടത്തിൽ വച്ചന്നൊരു പരിചയമോർമ്മിച്ചുറങ്ങാതെ നിന്നെ ചൊല്ലിപ്പൂരപ്പറമ്പല നടപലതും ചുറ്റി ഞാൻ രാഗലോലൻ. കല്യേ നീയൊത്തുമേളിപ്പളവെവിടെ വെടിക്കെട്ടു വാദ്യങ്ങളെല്ലാം ഇല്ലാതാകുന്നു സാരസ്വതരസമരുളുന്ന അക്ഷരശ്ലോകമാതേ. കട്ടിച്ചില്ലല്ല ഉടച്ചാലുടയം അരുമയായി കാത്തു സൂക്ഷിച്ചുവെന്നാൽ പൊട്ടിപ്പോകില്ല വാർത്താൽ പുളകമണിയുമീ ശില്പമാജീവനാന്തം. തട്ടിപ്പുണ്ടെന്നു വെച്ചോ വില കുറയുമിതിനെന്നു തെറ്റിദ്ധരിച്ചോ തട്ടിപ്പൊട്ടിച്ചിടൊല്ലേ ഭവൻ ഇതിനു സമം മർത്യദാമ്പത്യബന്ധം.
അടികൂപ്പിന കലിമൂർത്തിയിലഭയം കരനിവന് ജടിമാരുടെ ജനിഭൂമിയിൽ മുടി ചൂടിയ ജടി താൻ കുടിലൻ വിധുമുടിയിൽ ഭണിയുടലിൽ ഗളഭുവിയോ കുടികൊള്ളുവതു വിഷമത്ഭുതമിതു ശങ്കരചരിതം. ഓതി നീണ്ട ജടയും നഖങ്ങളും ഭൂതിയും ചിരതപസ്യെന്നതും ദ്യോതമാനമുടൽ നഗ്നമൊട്ടു സീതാതപാദികളവൻ ജയിച്ചതും സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. കാടല്ലേ നിന്റെ ഭർത്താവിനു ഭവനം, അതെ നിന്റെയോ നിന്മണാളൻ ചൂടില്ലേ പന്നകത്തെ, ശരി തവ കണവൻ പാമ്പിലല്ലേ കിടപ്പൂ, മാടല്ലേ വാഹനം നിന്ദയിതന്, അതിനെയും നിൻ പ്രിയൻ മേപ്പതില്ലേ, കൂടല്ലേ തർക്കമെന്നങ്ങുമ രമയെ മടക്കും മൊഴിക്കായി തൊഴുന്നേ. ക്ഷീണാപാണ്ഡു കപോലമം മുഖവുമായി തന്മന്ദിരത്തൂണാലൊട്ടു മറഞ്ഞു നിന്നു നെടുതാം വീർപ്പിട്ടുകൊണ്ടങ്ങനെ കാണാൻ താമസിയാതെ എന്നൊരു വിധം ബന്ധുക്കളോടോതിടം പ്രാണാദീശന് അശ്രുപൂർണമിഴിയാൽ നോക്കുന്നു മൈക്കണ്ണിയാൾ. അക്ഷശ്ലോകം ഇവിടെ സമാപിക്കുകയാണ്. ഇത്ര നേരം കേട്ടിരുന്ന ആൾക്കാരിൽ ഇതിനോട് കമ്പമുള്ള ഒരുപാട് പേരുണ്ട്. ഞാൻ പണ്ട് അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് ഓഡിയൻസിന് വേണ്ടി പ്രതിനിധി എന്ന രീതിയിൽ ഒരു ശ്ലോകം ഞാൻ ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ശിവസ്തുതി വേണോ പാർവതി സ്തുതി വേണോ? നിങ്ങൾ പറ. പാർവതി ആയിക്കോട്ടെ എന്നാണ് പറഞ്ഞത്. രണ്ടും വേണോ? എങ്കിൽ ആദ്യം ശിവൻ. കുഴപ്പമില്ലോ. മധുപവലിതഗണ്ഡം മൗലിബദ്ധേന്ദുഖണ്ഡം വിനതവിബുധഷണ്ഡം വ്യായതോത്ഥാമതുണ്ഡം വിമതമദനചണ്ഡം വിഘ്നവിച്ഛേദശൗണ്ഡം കനദുരുരഥകാണ്ഡം നൗമി വേദണ്ഡതുണ്ഡം. ഇനി പാർവതി. ഭക്തർക്കിഷ്ടം കൊടുക്കും. ഇതൊരു നല്ല യമകമാണ് കേട്ടോ. ഭക്തർക്കിഷ്ടം കൊടുക്കും ഭുവനജനനി നിൻ ചെഞ്ചൊടിക്കും ജൊടിക്കും, ദൈത്യന്മാരെ പൊടിക്കും വിരുദിനുമിരുളിൻ പേർ മുടിക്കും മുടിക്കും, അത്താടിക്കും തടിക്കും കലിതരുചിരസക്കുത്തടിക്കും തടിക്കും, നിത്യം കൂപ്പാമടിക്കും ഗണപതി വിടുവാനായി മടിക്കും മടിക്കും. ഞാൻ അവസാനിപ്പിക്കണതേ വി.കെ. ഗോയനാർ 80 വയസ്സ് കഴിഞ്ഞപ്പോൾ എഴുതിയ ഒരു ശ്ലോകത്തോടുകൂടി അവസാനിപ്പിക്കാം. അത് ഗുരുവായൂരപ്പനുള്ള സ്തുതിയാണ്. വാഗച്ചാർത്തിനു വല്ലവാറും എഴുന്നേറ്റെത്തുമ്പോഴേക്കമ്പലം മാകന്ദാശുക മാനദണ്ഡ മഹിളാ മാണിക്യമാലാഞ്ചിതം വാഗപ്പൂ മൃദുമെയ്യ്
മെയ്യിലുരസുമ്പോൾ എൻ്റെ ഗോപീജന ശ്രീകമ്രസ്തന കുങ്കുമാങ്കിത മനസ്സോടുന്നു വല്ലേടവും. നമ്മുടെ ഭക്തിയുടെ ഒരു പൊതുസ്ഥിതിയാണ്. പ്രിയപ്പെട്ടവരെ, വടംവലിക്ക് ഒരു ടീം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് എന്നതുകൊണ്ട് വടംവലി ഉണ്ടാവുന്നതല്ല, നന്ദി പറയാൻ നമ്മുടെ